ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നാഗേന്ദ്രന്റെയും അവന്തികയുടെയും ഒക്കെ കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടുകയാണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ആദർശ് മുംബൈക്ക് പോവുകയാണ്. അവിടെ ആ ഒരു പ്രോജക്റ്റ് നഷ്ടമാകാതെ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു ആവശ്യത്തിൽ കൂടിയിട്ടാണ് കേട്ടോ ആദർശ് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതും. ആദർശ് അങ്ങനെ മുംബൈയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മുത്തശ്ശൻ കുറെ ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും ജ്വല്ലറിക്കാർ കാണും, നമുക്ക് ശത്രുക്കളായിട്ട് അവരായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക. ഈ ഒരു പ്രോജക്റ്റ് കൈവശപ്പെടുത്താനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. എന്നാൽ നമ്മൾ അവിടെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടണമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇനി വിഷമിക്കൊന്നും വേണ്ട, ഈ ഒരു പ്രോജക്റ്റ് എന്തായാലും നമ്മുടെ കൈവിട്ട് പോവില്ല. അതോർത്ത് മുത്തശ്ശൻ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. എന്താണെങ്കിലും ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ ആദർശ് മുംബൈയിലോട്ട് പോകുന്നത്. അങ്ങനെ വലിയ കോൺഫിഡൻസോടൊക്കെ കൂടിയിട്ടാണ് ആദർശ് മുംബൈയിൽ എത്തുന്നത്. എന്നാൽ അവിടെ ആദർശിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ അപകടമായിരുന്നു. അത് യാദൃശികമായിട്ട് സംഭവിച്ച ഒരു അപകടമല്ലായിരുന്നു. ജ്വല്ലറിയുടെ MD ആയ നാഗേന്ദ്രനാണ് ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ളത്. ആദർശിനെ അപകടപ്പെടുത്തിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് കൈവശപ്പെടുത്താനായിരുന്നു അവർ അങ്ങനെ ഒരു അപകടം സൃഷ്ടിച്ചത് തന്നെ. ജ്വല്ലറിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് ആദർശിന്റെ കയ്യിൽ തന്നെ കിട്ടുമെന്ന്. കാരണം കുറെ നാളത്തെ എക്സ്പീരിയൻസും ഈ ഒരു മേഖലയിലെ പരിചയസമ്പന്നവുമാണല്ലോ. മൂർത്തീസ് ജ്വല്ലറിക്കായിരിക്കും മുൻഗണന എന്നുള്ളത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് കൈവിട്ട് പോകാതിരിക്കാനായിട്ട് ഇതുപോലൊരു കടന്നുകളി നാഗേന്ദ്രൻ കളിക്കുന്നത്. അവസാനം മുത്തശ്ശനൊക്കെ ഭയന്നത് പോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റും ജ്വല്ലറിക്കാർക്ക് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇതിന്റെ പിന്നിൽ ആരാണ് കളിക്കുന്നതെന്നും ഈ ജ്വല്ലറിയുടെ മറവിൽ നിന്ന് തന്നെയും തന്റെ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്ത് ഇതുപോലെ ഉപദ്രവിക്കുന്നത് ആരാണെന്നൊക്കെയുള്ളത് മുത്തശ്ശൻ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണ് മുത്തശ്ശനും ആദർശമൊക്കെ അവന്തികയാണ് ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പലപ്പോഴായിട്ട് അവന്തിക എല്ലാവരും സംശയിക്കുകയൊക്കെ ഉണ്ടായി. എന്നാലും അവിടെയൊക്കെ ഒരു പിടി കൊടുക്കാതെ അവന്തിക തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോവുകയായിരുന്നല്ലോ. അവസാനം അവന്തിക നാഗേന്ദ്രനോട് സംസാരിക്കുന്നതും പ്രോജക്റ്റ് അവർക്ക് തന്നെ കിട്ടിയെന്നുള്ളൊരു സന്തോഷമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മുത്തശ്ശനെ അറിയുകയും അവന്തികയും കൂട്ടിയിട്ട് തന്നെ നാഗേന്ദ്രൻ്റെ അടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളും നാഗേന്ദ്രനെ ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കാനുണ്ടായ കാരണങ്ങളും എല്ലാം മുത്തശ്ശൻ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബിസിനസ്സിനെ മാത്രമല്ല നീ ടാർഗറ്റ് ചെയ്തത്, എൻ്റെ കുടുംബത്തെയും കൂടിയാ. എൻ്റെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ കുടുംബം ഛിന്നാഭിന്നമായി പോകണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്. എന്തായാലും നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു ജ്വല്ലറിയുടെ മറവിൽ നീ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. ഇനി എൻ്റെ കുടുംബത്തുകാർ കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ അനന്തമൂർത്തി ആരാന്ന് നീ ശരിക്കും അറിയുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മുടെ നാഗേന്ദ്രന്റെ ചെകിടടിച്ച് പൊട്ടിക്കുകയാണ് നമ്മുടെ അനന്തമൂർത്തി. ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ മുത്തശ്ശൻ ആദർശൻ്റെ അടുത്ത് ഈ മുംബൈക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ വരും. മുത്തശ്ശൻ എന്തായാലും അതിൻ്റെ പേരിൽ ഇനി സങ്കടപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ ആ ജീനും ജയനും അനിയും എല്ലാവരും തന്നെ പറയുന്നുണ്ട്, അതെ, ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടണം, അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം. ഇവിടെ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ മൊത്തത്തിൽ തകർന്നതുപോലെയാകും. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ആദർശേ ആ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടണമെന്ന് പറയുക കേട്ടോ. എന്നിട്ടും ആദർശം പറയുന്നുണ്ട്, അതെ, ഈ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് ഡേവിഡ് എന്ന് പറയുന്ന ഒരാളാണ്. ഡേവിഡ് എന്ന് പറയുന്ന ആളെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അയാളുമായിട്ട് നമുക്ക് ഒരു ശത്രുതയും ഇല്ല. നമ്മളും സ്വർണത്തിന്റെ ബിസിനസ് തന്നെ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഒരു ഇടക്കാലം കൊണ്ടാണ് അയാൾ ഇത്ര ഫേമസ് ആയതും. എങ്ങനെയൊക്കെ നോക്കിയാലും അയാൾക്ക് നമ്മളോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല. ഒരു മുൻവൈരാഗ്യവും അയാൾക്ക് നമ്മളോട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നിട്ടും അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാകാത്തത്. മൂർത്തീസ് ജ്വല്ലറി മൊത്തത്തിൽ തന്നെ തകർന്നടിയണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതെന്തിനാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് വാസ്തവം. ഈ ജ്വല്ലറിക്കാരുമായിട്ട് നമുക്ക് ഒരു ശത്രുതയും ഇല്ല. ഒരു മുൻവൈരാഗ്യമോ പകയോ ഒന്നും നമ്മളോട് കാണിക്കേണ്ട ഒരാവശ്യമോ അവർക്കും ഇല്ല. പക്ഷേ നമ്മളെയൊക്കെ അറിയാവുന്ന, നമ്മുടെ കുടുംബത്തെ അറിയാവുന്ന, നമ്മുടെ ബിസിനസ്സൊക്കെ അറിയാവുന്ന ആരോ ഒരാൾ തന്നെ ഈ ജ്വല്ലറിയെ സഹായിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ജയനും അജയനും ആദർശമൊക്കെ പറയുന്നുണ്ട്, അതെ, മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ, അത് ആരാന്ന് വേണം നമുക്കിനി കണ്ടെത്താൻ. നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പക്വതയോടെ വേണം ഇവിടെ കാണാൻ. ഇവിടെ ഒരു തകർച്ച നമുക്ക് സംഭവിക്കാൻ പാടില്ല. അത് നമുക്ക് മൊത്തത്തിലൊരു ക്ഷീണം ഉണ്ടാക്കും, കുടുംബത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. അതുകൊണ്ട് ആദർശ്, നീ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉപദേശം കൊടുക്കുകയാണ് ആദർശന്. അങ്ങനെ ആദർശന് മുത്തശ്ശൻ കുറേയധികം ഉപദേശങ്ങളൊക്കെ കൊടുത്താണ് മുംബൈക്ക് പറഞ്ഞു വിടുന്നത്. ഒരു അമേരിക്കൻ കമ്പനിയുടെ കീഴിൽ വരുന്ന പ്രോജക്റ്റാണ് അത്. ബൾക്കായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും
വജ്രങ്ങളുമൊക്കെ അതിൻ്റെ പരിശുദ്ധിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല പ്രമുഖ ജ്വല്ലറികളും ഈ ഒരു കൊട്ടേഷൻ കിട്ടാനായിട്ട് അവരാൽ കഴിയുന്ന പലതും അവർ ചെയ്യും. നാളിതുവരെ ഇതുപോലുള്ള പ്രോജക്റ്റുകളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത് മൂർത്തീസ് ജ്വല്ലറീസ് ഓഫ് കമ്പനീസ് ആണ്. അതുകൊണ്ട് ഈ ഒരു തവണ അതിനൊരു പാകപ്പിഴ വരരുത്. നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത് സംശുദ്ധമായ സ്വർണം മാത്രമാണ്. ഒരു കലർപ്പും ഇല്ലാത്ത, ഒരു മായവും ഇല്ലാത്ത സംശുദ്ധമായ സ്വർണം. സ്വർണമാണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും അതിന്റെ പരിശുദ്ധിയിലും അതിന്റെ മൂല്യത്തിലും നമ്മൾ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രോജക്റ്റുകളെല്ലാം തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പണ്ട് മുതൽക്ക് മൂർത്തീസ് ജ്വല്ലറിക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു നേട്ടം കൂടിയാണിത്. കലർപ്പില്ലാത്ത, മായമില്ലാത്ത സ്വർണ്ണമാണ് നമ്മൾ കൊടുക്കുന്നെന്നുള്ളത് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ എതിരാളികളെയും കൂടി നോക്കണമല്ലോ. ഗൾഫിൽ ഇപ്പോൾ AN ജ്വല്ലറി ആണല്ലോ മുന്നിൽ. നാട്ടിലും അവർ തന്നെയാണ് നമ്മുടെ മുഖ്യ എതിരാളികൾ. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്താനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്താതിരിക്കാനായിട്ട് അവരാൽ കഴിയുന്ന എല്ലാം തന്നെ അവർ ചെയ്യും. AN ജ്വല്ലറിയുടെ പിന്നിൽ നമ്മോട് ശത്രുതയുള്ള ആരോ ഉണ്ട്. അവരാണ് AN ജ്വല്ലറിക്കാരെ കൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യിക്കുന്നതും. അതുകൊണ്ട് നമുക്കിത് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയ കോടികളുടെ ലാഭം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ തന്നെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ AN ജ്വല്ലറിക്കാർക്ക് അവർക്ക് ഈ ഒരു പ്രോജക്റ്റ് ഒരിക്കലും തന്നെ കിട്ടാൻ പാടില്ല എന്നൊക്കെ ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ ശരി മുത്തശ്ശ, ഞാൻ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിക്ക് നോക്കിക്കോളാം, ഞാൻ നോക്കി കണ്ട് ചെയ്തോളാം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ദുബായിൽ അന്ന് സംഭവിച്ചത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അവിടെ നിനക്ക് ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ നിഷ്പ്രയാസം അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആ ഒരു പാകപ്പിഴ ഒന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല ആദർശ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, എൻ്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കില്ല. മുത്തശ്ശൻ ഈ കമ്പനിയുടെ MD ആയിരുന്ന സമയത്തും അതുപോലെ ഞാൻ കയറിയ കുറച്ചു നാളും നമ്മളോട് ആർക്കും തന്നെ ഒരു ശത്രുതയും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്നാൽ അങ്ങനെയൊന്നും അല്ല, കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. ഇപ്പം നമ്മളോട് ശത്രുതയുള്ള ആരോ തന്നെ ഈ AN ജ്വല്ലറിക്കാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അവരെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്തിനാണ് അവർ നമ്മളോട് ശത്രുത കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തായാലും ആ ഒരു രീതിക്ക് ഞാൻ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് മുത്തശ്ശ. ഈ പ്രാവശ്യം ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല, അത് ഞാൻ മുത്തശ്ശന് ഉറപ്പ് തരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിശ്വാസമാണ് മോനെ, എങ്കിലും നീ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ലെന്നുള്ളത് എനിക്കറിയാം, എന്നാലും ഞാൻ നിന്നെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു വിഷമം നിനക്ക് വേണ്ട. മുംബൈക്ക് പോകുമ്പോഴും നീ നന്നായിട്ട് സൂക്ഷിച്ചോണം. എതിരാളികൾ ഏത് വഴിയിൽ കൂടി വേണമെങ്കിലും വരും. അവരുടെ ലക്ഷ്യം നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആദർശ് നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് മുത്തശ്ശൻ ഉപദേശിക്കുകയാണ് ആദർശിനെ. അങ്ങനെ മുത്തശ്ശൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് ആദർശ് മുംബൈക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റൊക്കെ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദർശ് മുംബൈയിലോട്ട് ചെല്ലുകയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ ജ്വല്ലറികളിൽ മൂർത്തീസ് ജ്വല്ലറിയും അതോടൊപ്പം തന്നെ AN ജ്വല്ലറിയും ഉണ്ട് കേട്ടോ. ആ ഒരു ലിസ്റ്റിൽ AN ജ്വല്ലറിയും ഉണ്ട്. അങ്ങനെ ആ അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നേരായ മാർഗത്തിൽ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ ആ ഒരു പ്രോജക്റ്റ് കിട്ടാനായിട്ട് ആദർശ് പരിശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഓൾറെഡി ആദർശനെ ഉപദേശിച്ച് കഴിഞ്ഞല്ലോ. പരമ്പരാഗതമായിട്ട് ആ ഒരു പവിത്രമായ സ്വർണം മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത്. അതിൻ്റെ മൂല്യത്തിലൊന്നും ഒരു കുറവും വരുത്താതെ മായമില്ലാത്ത സംശുദ്ധമായ സ്വർണം തന്നെയാണ് കൊടുക്കുന്നത്. അത് അവർക്ക് അറിയാം. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം വർഷങ്ങളായിട്ടുള്ളതാണെന്നും മൂർത്തീസ് ജ്വല്ലറിക്കും ഗ്രൂപ്പിനൊക്കെ പഴമയുടെ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സ്വർണത്തിൻ്റെ കാര്യത്തിലും മൂല്യത്തിലും ഒന്നും ഒരു കുറവുമില്ലാതെ മാന്യമായ രീതിക്ക് ബിസിനസ് ചെയ്യുന്നവരൊക്കെ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴേക്കും ആ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ മുത്തച്ഛനും ആദർശനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ AN ജ്വല്ലറിക്കാരും ഇവരുടെ ഇതേ ഒരു പാത തന്നെയാണല്ലോ പിൻപറ്റുന്നത്. സ്വർണത്തിൻ്റെ മൂല്യത്തിൽ ഒരു കുറവുമില്ലാതെ ഒരു മായവും കലരാത്ത സ്വർണം തന്നെയാണ് അവരും കൊടുക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ മൂർത്തീസ് ഗ്രൂപ്പിന് ഒരു വലിയ വെല്ലുവിളിയാവുന്നുണ്ട്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം ആദർശ് മുംബൈയിലോട്ട് പോകുന്നെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനീസുമായിട്ട് എങ്ങനെ സംസാരിക്കണം, അവർ ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ തരാനായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ എങ്ങനെ പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും ജയനും അജയനും ഒക്കെ കൂടിയിട്ട് നൽകിയ ഈ ഉപദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ അവന്തിക കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം തന്നെ നാഗേന്ദ്രനായ അച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ താഴെയാണ്. നമ്മുടെ ഷെയറൊക്കെ ഇടിയാൻ തുടങ്ങി. ഓഹരികളിലും ഒരുപാട് കുറവുണ്ട്.
എൻ ജ്വല്ലറിയുടെ വരവ് നമ്മുടെ ബിസിനസ്സിനെ വല്ലാണ്ടങ്ങ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു നേട്ടം കൈവരിക്കണമെന്നൊക്കെ തന്നെയുള്ള വാശിയിലാണ് ആദർശും. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജ്വല്ലറിയും മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതൊക്കെ ആദർശിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആദർശ് ഒരു വീഴ്ചയും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചാണ് കേട്ടോ മുംബൈയിലോട്ട് ചെല്ലുന്നതും. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അമേരിക്കൻ കമ്പനിയെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ആദർശ് അവിടെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടുന്ന് പോയതിനു ശേഷവും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നത് പൊയ്ക്കോ പൊയ്ക്കോ, ഈ പോകുന്നതൊക്കെ വെറുതെ ആകത്തേ ഉള്ളൂ. എൻ്റെ അച്ഛനായിരിക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത്. തോറ്റു തുന്നം പാടി തന്നെ തിരിച്ചു വരുന്നത് കാണാം. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയുടെ പതനമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങൾ വിചാരിക്കും പോലെ ഇനി അങ്ങോട്ടേക്ക് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ തന്നെ ഇവിടെ ജയിക്കും. എൻ്റെ അച്ഛന് തന്നെ ആ അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റ് കിട്ടുകയുള്ളൂ. എൻ്റെ അച്ഛനെ ഈ തറവാട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടപ്പോൾ എൻ്റെ അച്ഛൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം. എന്നിട്ട് അവന്തിക പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ അച്ഛന് അനുകൂലമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണേ, എൻ്റെ അച്ഛൻ ഇവിടെ വിജയിക്കണേ, ഈ മൂർത്തീസ് ജ്വല്ലറിയും ഈ തറവാടും എല്ലാം തകർന്നടിയണേ, ജ്വല്ലർക്ക് ഇനി അങ്ങോട്ടേക്ക് വെച്ചടി കയറ്റുമായിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ അവന്തിക പ്രാർത്ഥിക്കുന്നതും. എന്നിട്ട് അവന്തിക അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്. മൂർത്തീസ് ഗ്രൂപ്പിന്റെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശ് മുംബൈയിൽ ചെന്നിട്ട് അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റൊക്കെ ഇപ്പം പിടിച്ചോണ്ട് വരും എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് പോയേക്കുന്നത്. ആദർശ് അവിടുന്ന് തോറ്റ് തുന്നം പാടി വേണം ഇറങ്ങാൻ. ഈ ഒരു പ്രോജക്റ്റിൽ അച്ഛൻ തന്നെ ജയിക്കണം. അതെനിക്ക് കണ്ട് സന്തോഷിക്കണം. മൂർത്തി മുത്തശ്ശനും അതുപോലെ തന്നെ അയാളുടെ കൊച്ചുമോനായ ആദർശും അവരൊക്കെ സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന എനിക്ക് കാണണം വെച്ചാന്നൊക്കെ തന്നെ നമ്മുടെ അവന്തിക വിളിച്ച് പറയുകയാണ് നാഗേന്ദ്രനോട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അത് ഓർത്ത് മോള് വിഷമിക്കേണ്ട. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഈ ഒരു കാര്യത്തിൽ അവരൊക്കെ കുറച്ചുകൂടെ മുന്നിലാണ് മോളെ അച്ഛൻ. അച്ഛൻ എന്തായാലും വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് അനുകൂലമായി വരാനുള്ള കളികളൊക്കെ ഞാൻ കളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് മോളെ എന്നിങ്ങനെ പറയുമ്പം എന്താ വെച്ചാൽ എന്ത് പ്രശ്നമാ എന്നിങ്ങനെ ചോദിക്കാനോട്ടോ അവന്തിക. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് വേറൊന്നും അല്ല മോളെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലോ മൂർത്തീസ് ഗ്രൂപ്പിനും മൂർത്തീസ് ജ്വല്ലറിക്കും ഒക്കെ. അത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഈ മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടല്ലോ, അത് നമുക്കില്ലല്ലോ. നമ്മളിപ്പോൾ പെട്ടെന്ന് വലുതായി വന്ന ഒരു ഗ്രൂപ്പല്ലേ, നമ്മുടെ ജ്വല്ലറിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതും എനിക്ക് പകരം ഇപ്പം താൽക്കാലിക MD ആയിട്ട് നമ്മളവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ഒരു ബിനാമി തന്നെയല്ലേ. അതുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു വലിയ റോളില്ല അവിടെ. മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെക്കാൾ ഒരു പടി മുന്നിൽ തന്നെ നിൽക്കാനാണ് നോക്കുന്നത്. കൊടുക്കുന്ന സ്വർണത്തിലാണെങ്കിലും സ്വർണത്തിൻ്റെ മൂല്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മേക്കിംഗ് ചാർജസ് എല്ലാം ഒഴിവാക്കിയിട്ട് കസ്റ്റമേഴ്സിനെ കയ്യിലെടുക്കാനും എല്ലാത്തിലും നമ്മൾ ഒരുപാട് മുന്നിൽ തന്നെ ഇപ്പം നിൽക്കുന്നത്. പക്ഷേ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ അല്പം പുറകോട്ടാണ്. പിന്നെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വർണത്തിൻ്റെ കാര്യത്തിലുള്ള പ്യൂരിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ അതിൻ്റെ പാരമ്പര്യമൊക്കെ ഒരു ഘടകം തന്നെയാണ്. മൂർത്തീസ് ജ്വല്ലറിലെ സ്വർണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു വിശ്വാസം തന്നെയാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ വളർത്തിയെടുത്ത ആ ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടല്ലോ, അത് തകർന്നു കളയാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ ഒരു പ്രഭാവം എപ്പോഴും അവർക്കുണ്ടാകും. ഈ അമേരിക്കൻ കമ്പനി ഈ വക കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് അവർക്ക് വിശ്വാസയോഗ്യമായാൽ മാത്രമേ ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുകയുള്ളൂ. കാരണം അവർ പേരും പ്രശസ്തിയും മാത്രമല്ല നോക്കുന്നത്, ഇവിടെ എല്ലാ രീതിക്കും അവർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജ്വല്ലറികൾ ഇതുപോലെ അമേരിക്കൻ കമ്പനിയുടെ കൊട്ടേഷൻ എടുക്കാനായിട്ട് അവിടെ വരും. അവരിലൊക്കെ ഓരോരോ പ്രത്യേകതകളും കാണും. അതിൽ നിന്നൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് നാളെ ഇതുവരെ നിന്നത് മൂർത്തീസ് ജ്വല്ലറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും അവരത് നേടിയെടുക്കാനുള്ള എല്ലാ വഴികളും നോക്കുമോളെ എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെങ്ങനെയാ വെച്ചാൽ ശരിയാകുന്നേ? അങ്ങനെ അത് ശരിയാകാൻ പാടില്ല. ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിക്ക് ആ ഒരു കോൺട്രാക്റ്റ് കിട്ടാൻ പാടില്ല. നമ്മൾ അതിനാണോ വെച്ചാൽ ഇത്ര അധികം കഷ്ടപ്പെടുന്നത്? അങ്ങനെ അവർക്കത് കിട്ടിയാൽ അവരവിടെ ജയിച്ചതുപോലെ ആകില്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല മോളെ, നമ്മൾ അതിനല്ല കഷ്ടപ്പെടുന്നത്. പക്ഷേ അങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ തന്നെയാണ് നമുക്ക് മുമ്പിൽ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സാധ്യതയുള്ളത്. അവന്തിക പറയുന്നുണ്ട്, അതെന്തോ ആണെങ്കിലും ശരിയച്ചാ, അവർക്ക് ആ ഒരു കോൺട്രാക്റ്റ് കിട്ടാൻ പാടില്ല. ചതിയിലൂടെയാണെങ്കിലും വഞ്ചനയിലൂടെയാണെങ്കിലും ആ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടണമെന്ന് അവന്തിക പറയുകയാണ്. നാഗേന്ദ്രൻ ആ സമയത്ത് പറയുന്നുണ്ട്, അതേ മോളെ, ഞാനും അങ്ങനൊരു വഴി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശ് മുംബൈയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞല്ലോ, അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാകുള്ളൂ എന്നൊക്കെ നാഗേന്ദ്രൻ പറയുകയാണ്. അവന്തിക പറയുന്നുണ്ട്, അച്ഛൻ ഇതിനെ നിസ്സാരമായിട്ട് എടുക്കരുത്. ആ ഒരു കോൺട്രാക്റ്റ് ആ ഒരു പ്രോജക്റ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ ജയിച്ചതുപോലെ തന്നെ ആകും. പിന്നെ വീണ്ടും പഴയ ഒരു പേരും പ്രശസ്തിയൊക്കെ അവർക്കുണ്ടാകും. അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല.
അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ അച്ഛൻ ഇനി നോക്കേണ്ടത്. എന്തായാലും ആ ഒരു പ്രോജക്റ്റിൽ ആദർശേട്ടൻ സൈൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ തന്നെ അവന്തിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു വഴി നോക്കട്ടെ മോളെ, എന്തായാലും നമുക്ക് നേരായ മാർഗ്ഗത്തിൽ അവരെ ഏറ്റുമുട്ടാൻ സാധിക്കില്ല. പിന്നെ ആദർശ് എന്തായാലും അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞല്ലോ, നാളെ അയാൾ അവിടെ എത്തും. ആ ഒരു സമയം കൊണ്ട് തന്നെ അയാളെ എന്തെങ്കിലും ചെയ്ത് ഒതുക്കാനല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കസ്റ്റഡിയിൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ കുറച്ച് പേരുണ്ട്. അവരെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കളി കളിച്ചോളാം. മോൾ അതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും നാളെ ഈ പ്രോജക്റ്റ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല, അതോർത്ത് മോള് സന്തോഷിച്ചോ. അതുകൊണ്ട് മോൾ അതേപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട. ഈ അച്ഛൻ കളിക്കാൻ പോകുന്ന കളികൾ എന്തൊക്കെയാണെന്ന് മോള് കണ്ടോണം. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും മോളെ എന്നൊക്കെ നാഗേന്ദ്രൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവന്തികയും ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അനന്തമൂർത്തിയുടെയും അനന്തപുരിയുടെയും ഒക്കെ തകർച്ച നേരിൽ കണ്ട് ആസ്വദിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയാണ് അവന്തിക. അങ്ങനെ ആദർശ് മുംബൈയിലേക്ക് പോയെങ്കിലും ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് നമ്മുടെ നയനിയും ദേവയാനിയൊക്കെ നല്ല വിഷമത്തിലാണ് കേട്ടോ. കാരണം അന്ന് ഇതുപോലെ ഗൾഫിലെ ജ്വല്ലറികളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അവിടെ ശരിയാക്കാനൊക്കെ ആയിട്ട് പോയിട്ടാണല്ലോ ആദർശ് അന്ന് അവിടെ തിരികെ വരാൻ വൈകിയതും അതുപോലെ തന്നെ ആദർശിനെ അവിടെ ആരോ ട്രാപ്പിൽ പെടുത്തി ജയിലിലേക്ക് അയക്കാനൊക്കെ നോക്കിയതും. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണെങ്കിലും നയനയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. ഇനിയിപ്പോൾ മുംബൈക്ക് പോകുമ്പോഴാണെങ്കിലും ആരെങ്കിലും എതിരാളികൾ ആദർശേട്ടനെ ഉപദ്രവിക്കുമോ, ആദർശേട്ടനെ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് നമ്മുടെ നയനയ്ക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇങ്ങനെ നയന സങ്കടപ്പെട്ട് ആദർശൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് എന്തായാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം MD സ്ഥാനത്ത് ഞാനാണല്ലോ. തന്നെയല്ല നമ്മുടെ ബിസിനസ്സിലൊക്കെ ഇപ്പം വല്ലാത്തൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഉയർത്താനും നമ്മുടെ ജ്വല്ലറീസിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള ഒരു പേരും പ്രശസ്തിയൊക്കെ ഉയർത്താനും ഒക്കെ ഞാൻ തന്നെ മുംബൈയിൽ വരേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും നോക്കിയും കണ്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നെന്നുള്ള രീതിയിൽ ആദർശ് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നയനെ. എന്നാൽ നയനയ്ക്കാണെങ്കിലും ആദർശ് പെട്ടെന്ന് തന്നെ തിരികെ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ മനസ്സിൽ. നയന ഗർഭിണിയായിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആകെ വിഷമത്തിലിരിക്കുകയാണ് നയനെ. ഇപ്പോൾ തന്നെ ബിസിനസ്സിലൊക്കെ ഒരുപാട് ഇടിവുകൾ സംഭവിച്ചുകൊണ്ട് മുത്തശ്ശൻ അത് വല്ലാതെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോൺട്രാക്റ്റും കൂടെ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന വേദന ചെറുതായിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തണം. അതുകൊണ്ടാണ് ഞാൻ തന്നെ മുംബൈയിലേക്ക് വരാൻ തയ്യാറായതെന്ന് ആദർശ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്നത് വലിയൊരു തകർച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ ആദർശ് മുംബൈയിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും തന്നെ അവിടെ ഒരു ചതിയിൽപ്പെടുത്താനായിട്ട് നോക്കിയാണ് നാഗേന്ദ്രൻ. എന്തായാലും ഈ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ അവൻ എത്താതിരുന്ന അവർക്ക് ഈ പ്രോജക്റ്റ് കിട്ടില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജ്വല്ലറിക്ക് തന്നെ ഈ ഒരു പ്രോജക്റ്റ് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നാഗേന്ദ്രനുണ്ട്. എങ്ങനെയെങ്കിലും ആദർശനെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കും. അവൻ ആ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ തന്നെ പങ്കെടുക്കാൻ പോകുന്നില്ല. അതോടുകൂടി അവൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും തകിടം മറിയും. കറക്റ്റ് സമയത്ത് ആ പ്രോജക്റ്റിൽ സൈൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെയാണെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും. അങ്ങനെ ഈ പ്രോജക്റ്റ് നഷ്ടമായതിൻ്റെ പേരിൽ അവൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഒപ്പം മൂർത്തിയും എന്നൊക്കെ തന്നെ നമ്മുടെ നാഗേന്ദ്രൻ വിളിച്ച് അവന്തികയോട് പറയുകയാണ്. ആദർശാണല്ലോ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ നെടുന്തൂണ്. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവൻ തന്നെയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേദനയിൽ മൂർത്തി തന്നെ അവരെ MD സ്ഥാനത്തുനിന്ന് പുറത്താക്കുമെന്നൊക്കെ നാഗേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്. നാഗേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അവന്തികയോട് പറയുമ്പോൾ അവന്തിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം അത് എത്രയും വേഗം തന്നെ സംഭവിക്കണം, അത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവന്തിക പറയുകയാണ്. അങ്ങനെ ആദർശ് മുംബൈയിൽ എത്തിയതിന് ശേഷം അടുത്ത ദിവസം അമേരിക്കൻ കമ്പനിയായിട്ടുള്ള മീറ്റിങ്ങിനൊക്കെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് നേരെ അവരുടെ ഓഫീസിലേക്കൊക്കെ പോവുകയാണ്. അവിടെ ഇഷ്ടം പോലെ ഈ അമേരിക്കൻ കമ്പനിയായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് ജ്വല്ലറീസിൻ്റെ MDമാരൊക്കെ ഉണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ അവിടെ ചെല്ലാനും ഈ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കാനും അതുപോലെ തന്നെ സൈൻ ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് സ്വന്തമാക്കാനും ഒക്കെ ആയിട്ട് ആദർശ് ഭയങ്കര ആത്മവിശ്വാസത്തോടെ തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ മുംബൈയിലുള്ള നാഗേന്ദ്രൻ്റെ ആളുകൾ ഒരു അപകടം സൃഷ്ടിക്കാനായിട്ട് നോക്കിയാണ്. കൃത്രിമമായിട്ട് ഒരു അപകടം സൃഷ്ടിച്ച് ആദർശിനെ കൊടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ തലനാരിഴയ്ക്ക് ആദർശ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാക്കി ആദർശിനെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാനായിട്ട് അവർ നോക്കി. എന്നാൽ ആദർശ് സഞ്ചരിച്ച ആ ടാക്സിയുടെ ഡ്രൈവർ അതിസാഹസികമായിട്ട് തന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ആദർശിനെ. അങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ടാക്സിക്ക് തൊട്ട് പിന്നാലെ വന്നുകൊണ്ടിരുന്ന ഒരു ടാക്സിയിലോട്ടാണ് ഈ വണ്ടി വന്ന് ഇടിക്കുന്നതും. അങ്ങനെ തലനാരിഴയ്ക്ക് തന്നെ ആദർശ് ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് ചെറിയ രീതിക്കുള്ള ഫോട്ടോകളൊക്കെ ഇവരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവർ സഞ്ചരിച്ച വാഹനത്തിലും ആ വണ്ടി വന്ന് ഇടിക്കുകയും ആദർശിന് അല്ലാത്ത രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ആദർശിൻ്റെ ജീവന് തന്നെ ഒരാപത്തും വരുന്നില്ല കേട്ടോ.
അതൊന്നും വകവയ്ക്കാതെ ആദർശ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഓഫീസിലേക്ക് പോകണമെന്ന് ആ ടാക്സി ഡ്രൈവറോട് പറയുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ എൻ ജ്വല്ലറിയുടെ MD ആയ നാഗേന്ദ്രൻ ആ ഒരു ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രമുഖരായ ജ്വല്ലറീസിൻ്റെ MDമാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചും കഴിഞ്ഞു. എന്നാൽ മൂർത്തസ് ജ്വല്ലറിയുടെ ഭാഗമായിട്ട് മൂർത്തസ് ജ്വല്ലറിയുടെ MD ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുകയാണ് കേട്ടോ. നാഗേന്ദ്രനാണെങ്കിലും ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടുമെന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആദർശ് എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഓഫീസിൽ എത്തണം, ഈ പ്രോജക്റ്റിൽ സൈൻ ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് എത്തുന്നുണ്ടെങ്കിലും ആദർശ് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ. ഉള്ളതിൽ പ്രഗത്ഭരായ എൻ ജ്വല്ലറിക്ക് തന്നെ ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റൊക്കെ കിട്ടുന്നുമുണ്ട്. ഇത് ആദർശനും അതുപോലെ തന്നെ മുത്തശ്ശനും വല്ലാത്തൊരു തിരിച്ചടിയാവുകയാണ്. ആദർശാണെങ്കിലും ഒരുപാട് ലേറ്റ് ആവുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരാൻ. പല കാരണങ്ങൾ കൊണ്ടാണ് താൻ വരാൻ വൈകിയതെന്നൊക്കെ ആദർശം അവിടെ പറയുന്നുണ്ടെങ്കിലും ഇനി ഇത് ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു, എൻ ജ്വല്ലറിക്കാണ് ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ആദർശം അറിയുകയാണ്. അങ്ങനെ അധികം വൈകാതെ ഈ വിവരങ്ങളൊക്കെ മുത്തശ്ശനും അറിയുകയാണ് കേട്ടോ. മുത്തശ്ശന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആകെ മൊത്തത്തിൽ അനന്തപുരിയിൽ പഴയതുപോലെ തന്നെ അങ്കലാപ്പാവുകയാണ്. എല്ലാവർക്കും ഭയങ്കര വിഷമമാവുന്നുണ്ട്. നയന പൊട്ടിക്കരയുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രോജക്റ്റ് കൈവിട്ട് പോകുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ. എന്ത് പറ്റിയ ആദർശന്? അവൻ എന്താ കറക്റ്റ് സമയത്ത് അവിടെ എത്താഞ്ഞത്? ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു പേടി അവർക്കുണ്ട്. അങ്ങനെ കൃത്യസമയത്ത് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് കൈവിട്ട് പോയെന്നുള്ളതൊക്കെ മുത്തശ്ശനും അതുപോലെ തന്നെ ജയനും അജയനും ഒക്കെ മനസ്സിലാവുകയാണ്. ദേവയാനിയും ജയനും അജയനും അതുപോലെ തന്നെ അനിയും ഒക്കെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ചെയ്യേണ്ടതല്ല. ആദർശേട്ടൻ ഉറച്ച വിശ്വാസത്തോടെ തന്നെ ഇവിടുന്ന് പോയത്. ഈ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് തന്നെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ആദർശേട്ടനുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മുത്തശ്ശ, അല്ലാതെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ആദർശേട്ടൻ മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ, നമുക്കറിയാവുന്നതല്ലേ ആദർശേട്ടനെ. പോരാത്തതിന് ആദർശേട്ടൻ മുത്തശ്ശന് ഉറപ്പ് വന്നിട്ട് പോയതല്ലേ. ഇതെന്തോ ചതിയാണ്, ആരോ ആദർശേട്ടനെ ചതിച്ചതാണ്, അതെനിക്ക് ഉറപ്പാന്നൊക്കെ അനി പറയുകയാണ് കേട്ടോ. അങ്ങനെ എൻ ജ്വല്ലറിയുടെ MD നേരിട്ട് നമ്മുടെ ജയൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ ഒരു പ്രോജക്റ്റ് അവർക്ക് കിട്ടിയതിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെയുള്ളത് പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശ് നിങ്ങളുടെ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ MD കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രോജക്റ്റ് സ്വന്തമാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയത്. ഞങ്ങളുടെ ജ്വല്ലറിക്കും ഇത് നല്ലൊരു നേട്ടം തന്നെയാണ്. ഞങ്ങൾ ഇനിയും വെച്ചടി ഉയരത്തിലേക്ക് പോവുകയുള്ളൂ. നിങ്ങൾക്കിത് നല്ലൊരു തിരിച്ചടിയും കൂടിയാണ്. ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല. ഇനി മൂർത്തിസ് ജ്വല്ലറിയിൽ വരാൻ പോകുന്നത് വൻ തകർച്ചയായിരിക്കും. ഇനി നഷ്ടങ്ങളുടെ കാലമായിരിക്കും നിങ്ങൾക്കെന്നൊക്കെയാണ് ആ കോളിൽ നമ്മുടെ ഡേവിഡ് പറയുന്നത്. ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നേടിയെടുക്കുകയാണ്. ദുബായിൽ ഞങ്ങളുടെ സാമ്രാജ്യം ഞങ്ങൾ സ്ഥാപിച്ചെടുത്തു. ഇനി കേരളത്തിലും ഞങ്ങൾ അങ്ങനെ തന്നെ. ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 മാർക്കറ്റിംഗ് ഞങ്ങളുടെ തന്നെയാണ്. നല്ല ബിസിനസ്സും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും നമ്പർ 1 ഞങ്ങൾ തന്നെയാണ്. മൂർത്തിസ് ജ്വല്ലറി താഴോട്ട് പോയെന്നൊക്കെയുള്ള രീതിയിൽ കളിയാക്കാനും ആക്ഷേപിക്കാനും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ അവർ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനും ജയനും അജയനും ദേവയാനിക്കും അതുപോലെ തന്നെ നമ്മുടെ അനിക്കൊക്കെ ഒരുപാട് സങ്കടമാകുന്നുണ്ട്. എന്നാൽ ജലജയ്ക്കും ആബിക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ. ആ മൂർത്തിസ് ജ്വല്ലറിയുടെ പതനമാണല്ലോ അവരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. അവന്തിക്കാണെങ്കിലും ഇത് കേട്ടിട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലും അതുപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റിൽ സൈൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെയൊക്കെ വിഷമമായിട്ട് റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി എങ്ങനെ മുത്തശ്ശനെ ഫേസ് ചെയ്യും? എല്ലാവരോടും എന്ത് സമാധാനം പറയും? ഞാൻ കാരണമാണല്ലോ ഈ ഒരു പ്രോജക്റ്റ് മിസ്സിംഗ് ആയി പോയെന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ടും അധികം ആരും വിളിക്കുന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു വിഷമത്തിൽ. അതിനുശേഷം നയനും ദേവേനെയൊക്കെ വിളിച്ചിട്ട് ആദർശിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ വരാൻ പറയുകയാണ്. അങ്ങനെ ആദർശ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴും അവിടെ നടന്ന ചതിയെക്കുറിച്ചൊക്കെ ആദർശ് പറയുകയാണ്. അല്ല, ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ് എന്നെ കൊടുക്കാനായിട്ട്. ഒരു വാഹനാപകടം സൃഷ്ടിക്കുകയായിരുന്നു, തലനാരഴിക്കാൻ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് നമ്മളോട് ശത്രുതയുള്ള ആരോ ചെയ്യുന്നതാണ്. ഇത് നമ്മളോട് ശത്രുതയുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാണ്, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഓഫീസിൽ കറക്റ്റ് സമയത്ത് ചെല്ലാൻ കഴിയാഞ്ഞതും. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. ആ ഒരു പ്രോജക്റ്റ് എൻ ജ്വല്ലറിക്കാർക്കാണ് കിട്ടിയത്. എൻ ജ്വല്ലറിക്കാർ തന്നെയാണ് ഈ ഒരു വാഹനാപകടത്തിന് പിന്നിൽ വന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടരുതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ വാഹനാപകടം തന്നെ ഉണ്ടാക്കിയത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്. എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനും അതുപോലെ തന്നെ മുത്തശ്ശനോട് ഈ കാര്യങ്ങൾ പറയാനും ഒക്കെ വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം മുത്തശ്ശന് ഞാൻ വാക്ക് തന്നിട്ടല്ലേ പോയത്, ഈ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ സ്വന്തമാക്കുമെന്ന്. പക്ഷേ എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല മുത്തശ്ശ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഉറപ്പായും ഈ എൻ ജ്വല്ലറിയുടെ പിന്നിൽ ആരാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം മുത്തശ്ശ. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. എന്തായാലും ബിസിനസ്സിൽ ഇപ്പോൾ സംഭവിച്ച ഈ ഒരു തകർച്ച ഇതിനി തുടരാൻ ഞാൻ അനുവദിക്കില്ല.
നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ അഭിമാനത്തിനൊന്നും ഒരു കോട്ടം സംഭവിക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല. ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് നഷ്ടമായാലും ഇനി വരുന്ന പ്രോജക്റ്റുകളൊക്കെ നമുക്ക് തന്നെ കിട്ടും. അതിനുള്ള വഴികളൊക്കെ ഞാൻ ഇന്നു മുതൽ ചെയ്യാൻ തുടങ്ങും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നു മുതൽ പരിശ്രമിക്കും. മുത്തശ്ശൻ എങ്ങനെയാണ് ഈ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കിയത്, അതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും മുത്തശ്ശ. അല്ലാതെ ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് പറയുകയാണ്. അങ്ങനെ ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ആദർശും മുത്തശ്ശനും ജയനും അജയനും ഒക്കെ അന്വേഷണങ്ങൾ നടത്തുകയാണ്. പക്ഷേ അവർ കുറേയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും നാഗേന്ദ്രനാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ജ്വല്ലറിക്കാരുമായിട്ട് പല മീറ്റിങ്ങുകളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. മേക്കിംഗ് ചാർജസ് ഇല്ലാതെ സ്വർണ്ണം വിൽക്കുന്നതും ഈ ഒരു പ്രോജക്റ്റ് അവരുടെ കൈക്കിൽ തന്നെ വരാനായിട്ട് അവർ ചില മാർഗങ്ങളൊക്കെ സ്വീകരിച്ചതും അങ്ങനെ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെ പല മീറ്റിങ്ങുകളും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലവത്താകുന്നില്ല. അങ്ങനെ ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേട്ടോ അനന്തപുരി തറവാട്. മുത്തശ്ശനാണെങ്കിലും പഴയ ഒരു സന്തോഷവും സമാധാനവും ഒന്നുമില്ല. ആകെ വല്ലാത്തൊരു ടെൻഷനും വെപ്രാളവും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെയാണ്. അജയനും ജയനും അനിയും ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരെത്ര പരിശ്രമിച്ചിട്ടും ബിസിനസ്സിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അവന്തികയും നാഗേന്ദ്രനും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാവുകയാണ് മുത്തശ്ശൻ. ആ ഒരു സമയത്ത് അനന്തപുരിയിലെ വിശേഷങ്ങളൊക്കെ തിരക്കാനായിട്ടാണ് കേട്ടോ നാഗേന്ദ്രൻ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പം ആദർശിൻ്റെയും അതുപോലെ തന്നെ മുത്തശ്ശനും ജയനും അജയനും ഒക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റ് അവർക്ക് കിട്ടാതെ പോയതിലും ബിസിനസ്സിലുണ്ടായ ഇടിവും ഓഹരികളിലുണ്ടായ നഷ്ടവും ഷെയറൊക്കെ ഇടിയുന്നതും മൊത്തത്തിൽ അനന്തപുരി തറവാടിന് വല്ലാത്തൊരു തകർച്ച സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ നമ്മുടെ അവന്തിക പറയുന്നത്. അതുപോലെ തന്നെ അച്ഛനാണ് ഈ എൻ ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അച്ഛൻ മുഖം കാണിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ എൻ ജ്വല്ലറിയുടെ MD ആരെന്ന് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടില്ല ഇവിടെ എല്ലാവരും. അവർക്ക് ആർക്കും തന്നെ അച്ഛനാണ് എൻ ജ്വല്ലറിയുടെ MD എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡേവിഡ് സാറാണ് എൻ ജ്വല്ലറിയുടെ MD എന്നാണ് ഇവരെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും അച്ഛൻ്റെ ഈ തിരിച്ചുവരവ് ഒരു ഒന്നൊന്നര തിരിച്ചുവരവായിരുന്നു അച്ഛാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അമ്മയും ഏട്ടനെയൊക്കെ ഇവിടെ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവരോടും കൂടി ഇതൊക്കെ പറഞ്ഞാൽ അവരും കൂടി ഒന്ന് സന്തോഷിച്ചേനെ. പക്ഷെ എന്ത് ചെയ്യാനാകും, അവർക്ക് സന്തോഷിക്കാൻ ഒരു വക കിട്ടിയാലേ അവരുടെ പ്രവൃത്തിയിലും അവർ അതെല്ലാം കാണിച്ചു കളയും. അതുകൊണ്ട് മാത്രമേ അവരോട് ഞാനിതൊന്നും പറയാത്തത്. എന്തായാലും കുറച്ച് നാളും കൂടി ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ അനന്തപുരി തറവാടിൻ്റെ തന്നെ പതനമായിരിക്കും. മൂർത്തീസ് ജ്വല്ലറിയൊക്കെ പിന്നെ അടച്ചു പൂട്ടേണ്ടി വരും അല്ലേ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മുത്തശ്ശൻ കേൾക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ കൈയോടെ തന്നെ അവന്തികയെ പിടികൂടുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ നാഗേന്ദ്രനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. ജലജയുടെ ഭർത്താവായ നാഗേന്ദ്രനാണ് എൻ ജ്വല്ലറിയുടെ MD എന്നൊക്കെ അറിയുമ്പോഴേക്കും ജലജയ്ക്കും അബിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കമ്പനിയാണ് എൻ ജ്വല്ലറി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ആ ഒരു സന്തോഷമാണ് കേട്ടോ. എന്നാൽ മുത്തശ്ശന് നേരെ തിരിച്ചാണ്. നാഗേന്ദ്രനാണ് ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്തെന്നറിയുമ്പം നാഗേന്ദ്രനെ കൊല്ലാനുള്ള ദേഷ്യം കേട്ടോ മുത്തശ്ശനും ആദർശനും അതുപോലെ തന്നെ ജയനും അജയനും ഒക്കെ. നമ്മുടെ ജോലികളൊക്കെ അടച്ചു പൂട്ടാനും നമ്മുടെ ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകാനും അനന്തപുരി തറവാടിനെ തന്നെ പതനം ആഗ്രഹിക്കുന്നവരാണ് അവരെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ അറിയുകയാണ്. അങ്ങനെ അവന്തികയുടെയും ശരിക്കുള്ള സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മുത്തശ്ശൻ അവന്തികയും കൂട്ടിക്കൊണ്ട് തന്നെ നാഗേന്ദ്രനുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ ഹോട്ടലിൽ വെച്ച് നാഗേന്ദ്രൻ്റെ മുഖംമൂടി തന്നെ വലിച്ചു കയറുകയാണ് മുത്തശ്ശൻ. ചെന്ന് നാഗേന്ദ്രനെ കാണുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് നാഗേന്ദ്രൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ്റെ സകല ദേഷ്യവും മുത്തശ്ശൻ നാഗേന്ദ്രനോട് തീർക്കുകയാണ്. നീ ആയിരുന്നു അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ? നീ ആയിരുന്നു അല്ലേ മറഞ്ഞിരുന്നത് ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കിയത്? ഈ ഒരു ഞങ്ങളുടെ കുടുംബത്തിനോടുള്ള ശത്രുത അവസരം കിട്ടിയപ്പോൾ നീ മുതലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? ഞങ്ങളെ പൂർണ്ണമായിട്ട് നീ തകർക്കാൻ നോക്കിയായിരുന്നു അല്ലേടാ? നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഈ ജ്വല്ലറിയുടെ മറവിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാം അറിയാവുന്ന ആരോ ഒരാൾ തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അത് നീയാണോന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിരുന്നു. എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നീ തന്നെയായിരുന്നു അല്ലേ ഇത്ര നാളും മറഞ്ഞിരുന്ന് ഞങ്ങളെ കോമാളികളാക്കിക്കൊണ്ടിരുന്നത്? നിനക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഈ ആനന്ദമൂർത്തി ആരാന്ന് ഇനി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നീ കാരണം ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളൊന്നും ചെറുതല്ല. അന്നും ഇന്നും ഈ കുടുംബം നശിപ്പിക്കാൻ മാത്രമേ നീ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ബിസിനസ്സിലും ഉണ്ടായ നാണക്കേട് അതിന് ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും. അങ്ങനെ നിനക്ക് എൻ്റെ മുമ്പിൽ രക്ഷപ്പെട്ടു പോകാനാവില്ല. അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. നീ ചെയ്തു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരത്തിലും നിന്നോട് ഞാൻ പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ ദേഷ്യം മുഴുവൻ നാഗേന്ദ്രനോട് തീർക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് അവന് വേണ്ട എല്ലാ മെസ്സേജസും കൈമാറിക്കൊണ്ടിരുന്ന അവന്തികയെ മുത്തശ്ശൻ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ. കൂടെ നിന്ന് ഇവള് ഞങ്ങളെ ചതിക്കുകയായിരുന്നു.
നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും എല്ലാവരും ഒരേ ഗണത്തിൽപ്പെട്ടവരാണ്. നിങ്ങളെ ആരെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവരും തന്നെ മനസ്സിലാക്കിയാണ്. അതോടൊപ്പം തന്നെ AM ജ്വല്ലറിയുടെ MD നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങളും മനസ്സിലാവുകയാണ് കേട്ടോ. അബിക്കും ജലജയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട് AM ജ്വല്ലറിയുടെ MD സ്വന്തം ഭർത്താവും അച്ഛനും ഒക്കെ ആണെന്നൊക്കെ ഉള്ളത് അറിയുമ്പോഴേക്കും. എന്നാലും അനന്തപുരിയിൽ ആ ഒരു പേരും പറഞ്ഞ് വലിയ ആളാകലൊന്നും നടക്കുകയല്ല കേട്ടോ. മൂർത്തി മുത്തശ്ശൻ എല്ലാവരെയും അടിച്ച് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. നവ്യ ഈ സത്യങ്ങളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഇപ്പം ഇതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ഈ സത്യങ്ങളെല്ലാം നവ്യയെ അറിയിച്ചിട്ട് ജലജയും ഇനി അധികം വൈകാതെ തന്നെ ഈ സത്യങ്ങളെല്ലാം നവ്യയെ അറിയിച്ചതിന് ശേഷം ജലജ അഭയം കൂടി ഈ തറവാട്ടിൽ തന്നെ പുറത്താക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.